മറ്റുള്ളവരുടെ മനസ്സിലെ ത്രാസ് നിങ്ങൾക്കായി എങ്ങനെ ചലിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വയം വിലയിടാൻ പാടില്ല. നിങ്ങളുടെ ഒരിഷ്ടവും ഇത് മൂലം ഉപേക്ഷിക്കാനും പാടില്ല. ആളുകൾ എന്താണ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു വിഷയം പുതുതായി കിട്ടിയാൽ ആദ്യ ദിവസം അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. രണ്ടാം ദിവസം പരിഹസിച്ചു വരും, നമ്മെ കളിയാക്കും. മൂന്നാം ദിവസം അവരത് മറക്കും. അടുത്ത ഒരു സബ്ജക്റ്റിന് വേണ്ടി ഉള്ള കാത്തിരിപ്പാവും. മറ്റുള്ളവർ പുതിയ വിഷയം അന്വേഷിച്ചു പോകും. തിരിച്ച് നിങ്ങളോ, നിങ്ങളുടെ മനസ്സിൽ അവർ തന്ന ആ വിഴുപ്പ് അത് കുന്നുകൂടി കിടക്കും. അത് നിങ്ങളെ മാനസികമായി വല്ലാണ്ട് തളർത്തും. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ അയാളുടെ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത വാക്കുകൾ അത് നിങ്ങളെ ഇത്രമേൽ സ്വാധീനിക്കേണ്ടതുണ്ടോ? നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഒരു വിലയിടുക. ആര് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ സ്വയം മൂല്യം കൽപ്പിച്ചാൽ ഒന്നിനും മാനസികമായി തകർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരിക്കൽ ഒരു യുവാവ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലധികാരിയോട് തനിക്കിവിടെ തുടരാൻ തീരെ താല്പര്യമില്ലെന്ന് അറിയിക്കുന്നു. ഇത് കേട്ടിട്ട് അദ്ദേഹം അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ യുവാവ് ഇങ്ങനെ പറയുകയുണ്ടായി: ഇവിടെയുള്ള ആളുകൾ, അവരിൽ കുറച്ചു പേർ രാഷ്ട്രീയം സംസാരിക്കുന്നു, ബാക്കിയുള്ളവർ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു, വേറെ ചിലരാകട്ടെ വെറുതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഈ അന്തരീക്ഷത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇത് കേട്ടിട്ട് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു: താങ്കൾക്ക് പോകണമെങ്കിൽ ആവാം, പക്ഷേ അതിനു മുൻപ് ചെറിയൊരു കാര്യം എനിക്കായി ചെയ്യണം. എന്താണെന്ന് യുവാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുക്കുക. എന്നിട്ട് ഈ ഓഫീസിൻ്റെ 4 വശവും 3 പ്രാവശ്യം വലം വെച്ച് വരിക. ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് പോകാതെ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. എന്തായാലും താൻ ഇവിടുന്ന് പോകുമല്ലേ? അദ്ദേഹം തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്, കുറച്ച് സമയമല്ലേ അതിന് വേണ്ടൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ആവശ്യം യുവാവ് അംഗീകരിച്ചു. ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് വളരെ സൂക്ഷ്മതയോടെ ഒരു തുള്ളി പോലും നിലത്ത് പോകാതെ അദ്ദേഹം ആ ഓഫീസിന് 3 പ്രാവശ്യം വലം വെച്ചു. തൻ്റെ ജോലി പൂർത്തിയായതിനു ശേഷം താൻ പോവുകയാണെന്ന് മേലധികാരിയോട് യുവാവ് അറിയിച്ചു. അദ്ദേഹം യുവാവിനോട് ചോദിച്ചു: താങ്കൾ ഈ ഓഫീസിന് വലം വെച്ച സമയത്ത് ഇതിനുള്ളിൽ രാഷ്ട്രീയം സംസാരിക്കുന്നത് താങ്കൾ കേട്ടോ? ഇല്ല എന്ന് യുവാവ് മറുപടി പറഞ്ഞു. കുറേ ആളുകൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചോ? യുവാവിൻ്റെ മറുപടി ഇല്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഇവരെല്ലാം, ഈ സംസാരം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ താങ്കളുടെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധാലുവായിരുന്നു. ഒരിറ്റു വെള്ളം പോലും നിലത്ത് പോകാതെ അത് പൂർണ്ണമായി ആ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടി താങ്കൾ അതീവ ശ്രദ്ധയിലായിരുന്നു. ചുറ്റും നടന്നത് ശ്രദ്ധിക്കാനുള്ള സമയം താങ്കൾക്ക് കിട്ടിയില്ല. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും നാം അതിനുവേണ്ടി ചിലവഴിക്കും. ഈ സമയത്തിൽ മറ്റുള്ളവരുടെ ചിന്തകൾക്ക്, അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചുറ്റുമുള്ളവരെ അല്ല മാറ്റേണ്ടത്, മറിച്ച് നാമാണ് മാറേണ്ടത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ അതിനുവേണ്ടി നമ്മുടെ ജീവിതം വിനിയോഗിക്കുക. എല്ലാവർക്കും ശുഭദിനം.